Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് മെത്തേഡ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ അതിൻ്റെ ആ ഒരു ടെക്നിക്കിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. കൂടാതെ അതിൻ്റെ ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തത്. അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷനായിട്ട് പറയുന്ന ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അത് നമുക്കിന്ന് വർക്കൗട്ട് ചെയ്യണം. കൂടാതെ നമുക്ക് ട്രഡീഷണൽ മെത്തേഡായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മോഡേൺ ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അണ്ടർ റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ആ ഒരു ടോപ്പിക്കിൽ മോഡേൺ ടെക്നിക്കിൽ സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് മെത്തേഡിലെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ എന്താണ് സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചത് സെർട്ടൈൻ ആയിട്ടുള്ള ഒരു കോഎഫിഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്യാഷ് ഇൻഫ്ലോസിനെ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് അല്ലേ. നമുക്ക് സെർട്ടൈൻ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ് ആക്കി മാറ്റണം. അണ്ടർ സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് മെത്തേഡ് certain considerations are given adjusting the cash inflow, not in discount rate. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റത്തെ മെത്തേഡിൽ വന്ന റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് മെത്തേഡിൽ ഡിസ്കൗണ്ടിനെയാണ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് റിസ്കിനെ അനലൈസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് മെത്തേഡിൽ ക്യാഷ് ഇൻഫ്ലോസിനെ സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസുകളാക്കി മാറ്റായിരുന്നു. അപ്പോൾ സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് മെത്തേഡ് ഈസ് കൺസിഡറിങ് ബൈ അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ ദി ക്യാഷ് ഇൻഫ്ലോസ്. അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സെർട്ടിനിറ്റി ഈക്വലൻ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കോഎഫിഷ്യൻറ്റുകൾ 1-ൻ്റെയും 0-ൻ്റെയും 1-ൻ്റെയും ഇടയിൽ വരുന്ന ഒരു നമ്പറുകളായിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുപോലെ തന്നെ സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. റിസ്ക് ഫ്രീ ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ ദി റിസ്കി ക്യാഷ് ഇൻഫ്ലോ. പക്ഷേ ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ പറയുന്ന കോഎഫിഷ്യൻ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫോർമുല ഒന്നും അപ്ലൈ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒന്ന് പറയാം. അപ്പോൾ സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് മെത്തേഡ് മറ്റുള്ള മെത്തേഡിനേക്കാളും വളരെ സിമ്പിളാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. നമ്പർ 2, ഇറ്റ് റെഡ്യൂസസ് സെർട്ടൈൻ ക്യാഷ് ഫ്ലോസ് ടു മേക്ക് ദം മോർ റിയലിസ്റ്റിക്. അൺസെർട്ടൈൻ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസിനെ സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസ് ആക്കി മാറ്റുന്ന ഒരു മെത്തേഡാണ് സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് മെത്തേഡ്. Number 3, the merit is it takes the risk into consideration by adjusting cash flows which are subject to risk. റിസ്കിനനുസരിച്ച് കൊണ്ട് ക്യാഷ് ഇൻഫ്ലോസിനെയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഡിസ്കൗണ്ട് റേറ്റിലല്ല, ഏത് റിസ്കി ആയിട്ടുള്ള പ്രൊജക്റ്റാണോ നമുക്ക് സെലക്ട് ചെയ്യുന്നത്. ഹയർ റിസ്ക്കുള്ളതാണെങ്കിൽ ഹയർ ആയിട്ടുള്ള കോഎഫിഷ്യൻ്റ് ആയിരിക്കും നൽകുന്നത്. അപ്പോൾ ആ റിസ്കിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്യാഷ് ഇൻഫ്ലോസിനെയാണ് കൺസിഡറേഷൻ നൽകുന്നത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഈസ് സുപ്പീരിയർ ടു റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ്. ട്രഡീഷണൽ മെത്തേഡിലെ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റിനേക്കാൾ കുറേയും കൂടെ സുപ്പീരിയർ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ചില ഡിസഡ്വാൻറ്റേജസുകളെല്ലാം ഓവർകം ചെയ്തിട്ടുള്ള മെത്തേഡാണ് നമ്പർ 2 ആയിട്ടുള്ള സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് മെത്തേഡ്. അതേസമയം ഇതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജസുകളും ഉണ്ട്. നമുക്ക് ആ ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നോക്കാം. നമ്പർ 1, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കാൽക്കുലേറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ്. അതായത് സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന ആ നമ്പറിനെ അല്ലെങ്കിൽ ആ വാല്യൂവിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എത്രയാണ് സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് ആയിട്ട് നൽകേണ്ടത് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ളതല്ല. കാരണം നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. സെർട്ടിനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് റിസ്ക് ഫ്രീ അല്ലെങ്കിൽ റിസ്ക്ലെസ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ റിസ്കി ക്യാഷ് ഇൻഫ്ലോ. എല്ലാ ടൈമിലും നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് അത്ര പ്രോബബിൾ അല്ല. നമ്പർ 2, ഡിമെറിറ്റ്സ് പറഞ്ഞത് ഇറ്റ് ഡസ് നോട്ട് ഡയറക്ട്ലി യൂസ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോസിബിൾ ക്യാഷ് ഇൻഫ്ലോസ്. നമുക്ക് ഡയറക്റ്റായിട്ട് ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയില്ല. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാഷ് ഇൻഫ്ലോസുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പ്രോബബിൾ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസുകളല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ ആക്കി മാറ്റുക എന്ന് പറയുന്നത് അത്ര സിമ്പിൾ അല്ല, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയില്ല.
തേർഡ് വൺ പറയുന്നത് ദിസ് മെത്തേഡ് ഈസ് ആർബിട്രറി ആൻഡ് സബ്ജക്റ്റീവ്. അതായത് ഈ ഒരു മെത്തേഡിനും ചില ആർബിട്രേഷൻസുകളുണ്ട്. ആർബിട്രറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഡീമെറിറ്റ്സുകളുണ്ട്. അപ്പോൾ അതിന് ചില ആളുകൾ ചില ഇഷ്യൂസുകൾ, കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ അഡ്വാൻറ്റേജസുകളും ഉണ്ടെങ്കിൽ കൂടെയും ഫസ്റ്റ് മെത്തേഡിൻ്റെ ഡീമെറിറ്റ്സിനെ ഓവർകം ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ആർബിട്രറി ആണ്, സബ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഇംപ്ലിമെൻറ്റ് ദിസ് ടെക്നിക്സ് ഇൻ ആക്ച്വൽ പ്രാക്ടീസ്. അതായത് അപ്ലിക്കേഷൻ ലെവലിൽ വരുമ്പോൾ ഈ സെർട്ടനിറ്റി ഈക്വൽ കോഎഫിഷ്യൻ്റ് മെത്തേഡ് അത്ര പോസിബിൾ അല്ല. അതായത് അപ്ലൈ ചെയ്യാനായിട്ട് ഈസിലി മെത്തേഡ് അല്ല. നമുക്ക് ഇത്രയും പോയിന്റുകളാണ് ഈ ഒരു സെർട്ടനിറ്റി ഈക്വൽ കോഎഫിഷ്യൻ്റ് മെത്തേഡിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സ് ആയിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സെർട്ടനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് മെത്തേഡിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ് ഇപ്പൊ മനസ്സിലാക്കിയത്, ആൻഡ് ഡിമെറിറ്റ്സ്. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ഇതിനോട് ബന്ധപ്പെട്ട് ചെയ്യാനുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് ഇല്ലസ്ട്രേഷൻ 2 ആണ്, പേജ് നമ്പർ 102. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളത് പോലെ തന്നെ. സെർട്ടനിറ്റി ഈക്വൽ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന കോഎഫിഷ്യൻ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള അൺസെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോനെ ഈ സെർട്ടനിറ്റി ഈക്വൽ കോഎഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് അതെന്താക്കി മാറ്റണം, സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ ആക്കി മാറ്റണം. അതിനുശേഷം അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി NPV മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഹയർ NPV വരുന്ന പ്രൊജക്റ്റ് അല്ലെങ്കിൽ പ്രപ്പോസൽ ഏതാണോ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. അപ്പോൾ അത് നോക്കുക. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പോൾ 2 മെത്തേഡുകളാണ് ട്രഡീഷണൽ മെത്തേഡിൽ പറഞ്ഞിട്ടുള്ളത്. ട്രഡീഷണൽ മെത്തേഡിൽ വന്നത് ഫസ്റ്റ് വൺ റിസ്ക് അഡ്ജസ്റ്റഡ് ഡിസ്കൗണ്ട് റേറ്റ് മെത്തേഡ്. നമ്പർ 2 പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ പറഞ്ഞതാണ് സെർട്ടനിറ്റി ഈക്വൽ കോഎഫിഷ്യൻ്റ് മെത്തേഡാണ്. ഇനി നമുക്ക് മോഡേൺ മെത്തേഡിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. മോഡേൺ മെത്തേഡിൽ 6 മെത്തേഡുകൾ പറയുന്നുണ്ട്. മോഡേൺ മെത്തേഡിൽ പറയുന്ന 6 മെത്തേഡുകൾ അതിൽ ഫസ്റ്റ് മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത് സെൻസിറ്റിവിറ്റി അനാലിസിസ്. അപ്പോൾ സെൻസിറ്റിവിറ്റി അനാലിസിസ് കൂടാതെ മറ്റു മെത്തേഡുകളാണ് പ്രോബബിലിറ്റി അസൈൻമെൻറ്റ് മെത്തേഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മെത്തേഡ്, കോഎഫിഷ്യൻ്റ് വേരിയേഷൻ മെത്തേഡ്, സിമുലേഷൻ ടെക്നിക് ആൻഡ് ഡിസിഷൻ ട്രീ അനാലിസിസ് അല്ലെങ്കിൽ ഡിസിഷൻ ട്രീ ടെക്നിക്സ്. അപ്പം ഇത്രയും മെത്തേഡ്സുകൾ മോഡേൺ ആയിട്ടുള്ള മെത്തേഡായിട്ട് യൂസ് ചെയ്യാനുണ്ട്. മോഡേൺ മെത്തേഡിനെ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഓർ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. അപ്പോൾ ഇത്രയും മെത്തേഡുകളിൽ നമുക്ക് ആദ്യം നോക്കാം എന്താണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്നുള്ളത്. അതിൽ മോഡേൺ മെത്തേഡിൽ ഫസ്റ്റ് വൺ ആണ് ഇവിടെ പറയുന്നത് സെൻസിറ്റിവിറ്റി. സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുമ്പോൾ അതിൽ പറയുന്നത് വളരെ വൈഡായിട്ട് മോഡേൺ ആയിട്ടുള്ള ടെക്നിക്കുകളിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ്. അതായത് ഒരു നോൺ പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള അപ്രോച്ചാണ്. നോൺ പ്രോബബിലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റിയെ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കൺസിഡറേഷൻ നൽകുന്നില്ല. റിയൽ സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ടാണ് ഒരു പ്രോബബിലിറ്റിക്കും സാധ്യത നൽകാതെയാണ് എന്ത് ചെയ്യുന്നത്, റിയലിസ്റ്റിക് ആയിട്ടുള്ള റിയൽ സിറ്റുവേഷനെ അസർട്ടൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്താ സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ടെക്നിക് ഈസ് മെഷറിംഗ് ഓഫ് ദ ചേഞ്ച് ഓഫ് ദി പ്രോഫിറ്റബിലിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ക്യാഷ് ഇൻഫ്ലോസ് ഓർ റേറ്റ് ഓഫ് റിട്ടേൺ ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസൽ. അതായത് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റബിലിറ്റിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റബിലിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാവാം. അപ്പോൾ ഈ പ്രോഫിറ്റബിലിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാകാനുള്ള കാരണം എന്താ, നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കിട്ടുന്ന റിട്ടേൺസിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളാണ് പ്രോഫിറ്റബിലിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ റിട്ടേൺസിൽ എന്തുകൊണ്ടാണ് ഈ ചേഞ്ച് ഉണ്ടാകുന്നത്, ഇപ്പോൾ റിട്ടേൺസിൽ ചേഞ്ച് ഉണ്ടാകാനുള്ള ഫാക്ടേഴ്സുകൾ ഒരുപാട് ഫാക്ടേഴ്സുകൾ ഉണ്ടാവാം. റിട്ടേൺസിൽ ഉണ്ടാകുന്ന ചേഞ്ചസിന് റിട്ടേൺ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ നമുക്കതിനെ പറയാം ക്യാഷ് ഇൻഫ്ലോ.
ഈ ക്യാഷ് ഇൻഫ്ലോ ഓഫ് ഇൻവെസ്റ്റ്മെന്റിലൊക്കെ ചേഞ്ചസുകൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ പലതാണ് അല്ലേ. എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാവാം? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ആവാം, നമ്മുടെ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആവാം, ക്യാപിറ്റൽ കോസ്റ്റ് ആവാം, അല്ലെങ്കിൽ സെയിൽസ് വോളിയം ആവാം, സെയിൽസ് വോളിയം ആവാം, അല്ലെങ്കിൽ പ്രൊജക്ട് ലൈഫ് ആകാം. നമ്മൾ എത്ര വർഷത്തേക്കാണോ ഈ പ്രൊജക്ട് പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് അതിന്റെ ലൈഫ് ആവാം. ചിലപ്പോൾ നമ്മുടെ ഇക്കോണമിയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലേഷൻ റേറ്റ് ഒക്കെ എന്തിനെ അഫക്ട് ചെയ്യാം? നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ റിട്ടേണിനെ അഫക്ട് ചെയ്യാം, അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോസിനെ അഫക്ട് ചെയ്യാം. അപ്പൊ ഈ സെൻസിറ്റിവിറ്റി അനാലിസിസിൽ പറയുന്നത് ഈ കാരണങ്ങൾ, അതായത് ക്യാഷ് ഇൻഫ്ലോനെ ചേഞ്ച് ചെയ്യുന്ന ഫാക്ടേഴ്സിന്റെ ഏത് കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി അത് എഫക്ട് ചെയ്യുന്നത്, അത് എത്രമാത്രം സെൻസിറ്റീവ് ആണ്, ആ ഒരു അനാലിസിസ് ആണ് എവിടെ ചെയ്യുന്നത്? സെൻസിറ്റിവിറ്റി അനാലിസിൽ ചെയ്യുന്നത്. അപ്പോൾ സെൻസിറ്റിവിറ്റി അനാലിസിൽ പ്രോഫിറ്റബിലിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടാണോ ആ കാരണങ്ങൾക്കനുസരിച്ച് കൊണ്ട് നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ അല്ലെങ്കിൽ നമ്മുടെ റിട്ടേൺസിലും ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അത് എത്രമാത്രം ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ അതിനനുസരിച്ച് കൊണ്ടായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലിന്റെ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും NPV യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പ്രോഫിറ്റബിലിറ്റി ഉള്ള പ്രപ്പോസൽ ആണോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ സെൻസിറ്റിവിറ്റി അനാലിസിസ് എക്സാമിൻ how sensitive the profitability or NPV is considering these variable. നമ്മുടെ പ്രൊജക്ട് പ്രപ്പോസലിൽ ഇൻവെസ്റ്റ്മെന്റ് വോളിയം, സെയിൽസ് വോളിയം ചിലപ്പോൾ കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം? പ്രോഫിറ്റബിലിറ്റി കുറയാം. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുകയാണ്, ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രോഫിറ്റബിലിറ്റി എന്ത് ചെയ്യാം? കുറയാം. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൂടുകയാണ്, ഭയങ്കര കോസ്റ്റ് ആണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലിന്, അതിനനുസരിച്ച് കൊണ്ട് ചിലപ്പോൾ റിസ്കി ആയിട്ടുള്ള പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺസ് കുറയാം. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ക്യാഷ് ഇൻഫ്ലോസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ പല ഫാക്ടേഴ്സുകളാണ്. അതിൽ ആ ഫാക്ടേഴ്സ് കൊണ്ട് എത്രമാത്രം ചേഞ്ച് നമ്മുടെ റിട്ടേൺസിന് ഉണ്ടാക്കുന്നുണ്ടോ ആ സെൻസിറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് ആണ് ഈ ടെക്നിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെൻസിറ്റിവിറ്റി അനാലിസിൽ ഈ ഫാക്ടേഴ്സ് കൊണ്ട് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു വേരിയേഷൻ നമ്മുടെ പ്രോഫിറ്റബിലിറ്റിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്ട് പ്രപ്പോസൽ എന്തായിരിക്കും? റിസ്കി ആയിട്ടുള്ള പ്രൊജക്ട് പ്രപ്പോസൽ ആയിരിക്കും. വളരെ ഒരു എന്താ പറയുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാണ്, സെയിൽസ് വോളിയം എന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അല്ലേ. അപ്പൊ സെയിൽസ് വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച്, സെയിൽസ് കുറഞ്ഞു എന്ന് വിചാരിക്കുക, സെയിൽസ് ഓട്ടോമാറ്റിക്കലി കുറയാണ്, ഓട്ടോമാറ്റിക്കലി പ്രോഫിറ്റബിലിറ്റി എന്തായിരിക്കും? ഒരു വൈഡ് ആയിട്ടുള്ള ഒരു മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ പ്രോഫിറ്റബിലിറ്റിയെ അഫക്ട് ചെയ്യുന്ന ഏത് കീ ഫാക്ടർ ആയി കഴിഞ്ഞാലും അതിലുണ്ടാകുന്ന ചേഞ്ച് നമ്മുടെ റിട്ടേൺസിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രോഫിറ്റബിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? അഫക്ട് ചെയ്യുന്നുണ്ട്. അത് എത്രമാത്രം നടക്കുന്നുണ്ട്, അത് എത്രമാത്രം സെൻസിറ്റീവ് ആണ് എന്നുള്ളതാണ് ഈ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ അനാലിസിസ് ചെയ്യുമ്പോൾ ക്യാഷ് ഇൻഫ്ലോസുകളെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 3 കണ്ടീഷൻസുകൾ വെച്ചുകൊണ്ടാണ്. 3 കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ക്യാഷ് ഇൻഫ്ലോസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോസിൽ ഉണ്ടാവുന്ന ചേഞ്ച് ക്യാഷ് ഇൻഫ്ലോസിനെ അഫക്ട് ചെയ്യുന്ന ഏത് കാരണങ്ങൾ കൊണ്ടാണോ അതിനനുസരിച്ച് കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കേണ്ടത് സെൻസിറ്റീവ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ക്യാഷ് ഇൻഫ്ലോസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ മെത്തേഡ് പ്രകാരം 3 സിറ്റുവേഷൻസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ സിറ്റുവേഷൻ ആണ് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ ആണ് പറയുന്നത്. നമ്പർ 1 പെസിമിസ്റ്റിക് കണ്ടീഷൻ, പെസിമിസ്റ്റിക്. നമ്പർ 2 മോസ്റ്റ് ലൈക്ലി, മോസ്റ്റ് ലൈക്ലി. തേർഡ് വൺ ഒപ്റ്റിമിസ്റ്റിക്, ഒപ്റ്റിമിസ്റ്റിക്. ഇവിടെ പറഞ്ഞത് എന്താണ്? ക്യാഷ് ഇൻഫ്ലോസിനെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ആ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോസ് ആണ് അല്ലേ. അപ്പം അതിൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ചേഞ്ച് ഉണ്ടാവാം. അപ്പോൾ ആ ചേഞ്ച് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്യാഷ് ഇൻഫ്ലോസിനെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ 3 കണ്ടീഷൻസ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ 3 ഡിഫറെൻറ്റ് സിറ്റുവേഷൻസുകളിലാണ് ഇവിടുത്തെ ഈ ടെക്നിക്ക് പ്രകാരം ക്യാഷ് ഇൻഫ്ലോസിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സിറ്റുവേഷൻ ആണ് ഒന്ന് പെസിമിസ്റ്റിക്, നമ്പർ 2 മോസ്റ്റ് ലൈക്ലി, നമ്പർ 3 ഒപ്റ്റിമിസ്റ്റിക്. പെസിമിസ്റ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ
എപ്പോഴും ഫ്യൂച്ചർ ആയിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസ്, ആ ഫ്യൂച്ചർ കണ്ടീഷൻ നെഗറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സുകൾ അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. നെഗറ്റീവായിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ കണ്ടീഷനാണ് ഇവിടുത്തെ ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ പെസിമിസ്റ്റിക് സിറ്റുവേഷനിൽ ക്യാഷ് ഇൻഫ്ലോസ് ആർ എസ്റ്റിമേറ്റഡ് ഇൻ നെഗറ്റീവ് കണ്ടീഷൻ. അപ്പോൾ പെസിമിസ്റ്റിക്കിൽ നെഗറ്റീവ് കണ്ടീഷനാണ്. ഇനി മോസ്റ്റ് ലൈക്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഈ കണ്ടീഷനിൽ നോർമൽ കണ്ടീഷനാണ്. നോർമൽ കണ്ടീഷനിലാണ് ക്യാഷ് ഇൻഫ്ലോസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒപ്റ്റിമിസ്റ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് കണ്ടീഷനാണ്. പോസിറ്റീവ് കണ്ടീഷനാണ്. അതായത് ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 കണ്ടീഷനിലും ക്യാഷ് ഇൻഫ്ലോസിനെ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും നമ്മൾ NPV വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ NPV വെച്ചുകൊണ്ട് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ NPV വെച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ച് കോമ്പൗണ്ട് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്ര എന്നുള്ളതാണ് നോക്കുക. NPVയിൽ അന്ന് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എത്രയെന്ന് നോക്കും. ആ പ്രസൻറ്റ് വാല്യൂ വെച്ചുകൊണ്ട് ഏതാണോ പ്രോഫിറ്റബിലിറ്റി ഉള്ള പ്രൊജക്റ്റ് അതാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷനിൽ ഏത് കണ്ടീഷനിലാണ് ഏറ്റവും കൂടുതൽ NPV എന്നുള്ളതല്ല നോക്കുക. 3 കണ്ടീഷനിലും NPV എന്ന് പറയുന്ന പ്രോഫിറ്റബിലിറ്റി അതിൽ വലിയൊരു വേരിയേഷൻ ഡിഫറൻസുകളും ഈ സിറ്റുവേഷൻസുകളിൽ വരുന്നുണ്ടെങ്കിൽ വൈഡായിട്ടൊരു വേരിയേഷനാണ് വരുന്നതെങ്കിൽ ആ പ്രൊജക്റ്റ് പ്രപ്പോസൽ എന്തായിരിക്കും, റിസ്കി പ്രൊജക്റ്റ് പ്രപ്പോസൽ ആയിരിക്കും. ഇനി ഈ 3 സിറ്റുവേഷനിലും ക്യാഷ് ഇൻഫ്ലോസിന് ഒരു ലൈറ്റ് ആയിട്ടുള്ള വേരിയേഷനുള്ളൂ, വൈഡ് വേരിയേഷൻ ഇല്ല, ഒരു നൈസ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റ് പ്രപ്പോസൽ എന്തായിരിക്കും, റിസ്ക്ലെസ് ആയിട്ടുള്ള ലെസ് റിസ്കി ആയിട്ടുള്ള പ്രൊജക്റ്റ് പ്രപ്പോസൽ ആയിരിക്കും. അങ്ങനെയാണ് ഈ സെൻസിറ്റിവിറ്റി അനാലിസിസിനെ എന്ത് ചെയ്യുന്നത്, ഡിറ്റർമിൻ ചെയ്യുന്നത്, ഏതൊരു പ്രൊജക്റ്റ് പ്രപ്പോസലെയും ഡിറ്റർമിൻ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ദ സെൻസിറ്റിവിറ്റി അനാലിസിസ് എക്സാമിൻസ് ഹൗ സെൻസിറ്റീവ് ദ പ്രോഫിറ്റബിലിറ്റി under the key variables determining the profitability of the investment. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലെ പ്രോഫിറ്റബിലിറ്റീനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയുണ്ടോ അത് വെച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റബിലിറ്റി എത്രമാത്രം ചേഞ്ചസുകളാണ് വരുന്നത്, ആ ചേഞ്ചസിനെയാണ് സെൻസിറ്റിവിറ്റി അനാലിസിസ് എന്ന് പറയുക. അപ്പോൾ ആ പ്രോഫിറ്റബിലിറ്റിയെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 3 കണ്ടീഷനിലാണ് പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 3 സിറ്റുവേഷനിലാണ്, പെസിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്. 3 കണ്ടീഷനിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻസുകളാണ്. ഒന്ന് പോസിറ്റീവ് കണ്ടീഷൻ, ഒന്ന് നെഗറ്റീവ് കണ്ടീഷൻ, ഒന്ന് നോർമൽ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ ഈ 3 കണ്ടീഷനിലും എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അത് NPVയുടെ ബേസിലാണ്. അപ്പോൾ NPVയുടെ ബേസിൽ 3 കണ്ടീഷനിലും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേറ്റവും ഹൈ ആയിട്ടുള്ള NPV എന്നുള്ളതല്ല നോക്കുക, 3 എണ്ണത്തിലും വേരിയേഷൻ വൈഡ് വേരിയേഷൻ ആണോ നൈസ് വേരിയേഷൻ ആണോ. വൈഡ് വേരിയേഷൻ വരുന്നുണ്ടെങ്കിൽ ഹൈ റിസ്കി പ്രൊജക്റ്റ് ആയിരിക്കും. ഒരു സ്മോൾ വേരിയേഷൻ ആ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ലെസ് റിസ്കി പ്രൊജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിന് ഈ ഒരു സെൻസിറ്റിവിറ്റി അനാലിസിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് ഇവിടെ ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ എക്സാമ്പിൾ 4 ആണ്. എക്സാമ്പിൾ 4 പേജ് നമ്പർ 91 ആ ക്വസ്റ്റ്യൻ പറയുന്നത്. ആ ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കുക. എ ലിമിറ്റഡ് കമ്പനി വാണ്ട്സ് ടു ഇവാലുവേറ്റ് 2 mutually exclusive project X and Y. Each project requires net investment of ₹20,000. 2 പ്രൊജക്റ്റ് പ്രപ്പോസൽസുകളുണ്ട്, എക്സും വൈയും. 2 എണ്ണത്തിനും വരുന്ന കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ₹20,000 ആണ്. ദി ആനുവൽ ക്യാഷ് ഇൻഫ്ലോസ് ഫ്രം ഈച്ച് ഓഫ് ദി project is estimated 5,000 in the next 10 years. 10 വർഷമാണ് ഇതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ലൈഫ് പറയുന്നത്. ആ 10 വർഷത്തിൽ ഓരോ വർഷവും അവർ ആനുവൽ ക്യാഷ് ഇൻഫ്ലോ ഓരോ വർഷവും എക്സ്പെക്ട് ചെയ്യുന്ന എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ 5,000 ആണ്. അതിൽ നിൽക്കുന്ന റിട്ടേണിൻ്റെ റേറ്റ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ റിട്ടേൺ റേറ്റ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. ദ മാനേജ്മെൻറ്റ് ഹാസ് ഡൺ
the following optimistic, most likely and pessimistic estimate of the cash inflow associated with each project. മാനേജ്മെൻറ്റ് 3 സിറ്റുവേഷൻസുകളിൽ ഇതിൻ്റെ ആനുവൽ ക്യാഷ് ഇൻഫ്ലോസിനെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്തപ്പോൾ ഏത് പ്രൊജക്റ്റ് പ്രപ്പോസലാണ് ബെറ്റർ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 2 പ്രൊജക്റ്റ് പ്രപ്പോസൽസിൻ്റെയും ആനുവൽ ഇൻവെസ്റ്റ്മെൻറ്റും അത് ആനുവൽ ക്യാഷ് ഇൻഫ്ലോയും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ പ്രൊജക്റ്റ് എക്സ് നോക്കുക. പ്രൊജക്റ്റ് എക്സിൻ്റെ കോളത്തിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 20,000, എസ്റ്റിമേറ്റഡ് ക്യാഷ് ഇൻഫ്ലോ പെർ ആനുവം അല്ലെങ്കിൽ ആനുവലി എന്ന് പറയുന്നത് പെസിമിസ്റ്റിക് കണ്ടീഷനിൽ 4,000, മോസ്റ്റ് ലൈക്ലി കണ്ടീഷനിൽ 5,000, ഒപ്റ്റിമിസ്റ്റിക് കണ്ടീഷനിൽ 6,000. ഇനി പ്രൊജക്റ്റ് വൈയിൽ പറയുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് 20,000, ദെൻ പെസിമിസ്റ്റിക് കണ്ടീഷനിൽ 0 ആണ്, കാരണം അവിടെ ഇൻഫ്ലോ ഇല്ല പെസിമിസ്റ്റിക് കണ്ടീഷനിൽ. ദെൻ മോസ്റ്റ് ലൈക്ലിയിൽ പ്രൊജക്റ്റ് വൈക്ക് വരുന്നത് 5,000 ആണ്, ഒപ്റ്റിമിസ്റ്റിക് കണ്ടീഷനിൽ വരുന്നത് 10,000 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന 2 പ്രൊജക്റ്റ് പ്രപ്പോസലിൽ ഏത് പ്രൊജക്റ്റ് പ്രപ്പോസലാണ് ബെറ്റർ എന്നുള്ളത് ഡിസിഷൻ പറയണം. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് 3 സിറ്റുവേഷനിൽ വരുന്ന പ്രോഫിറ്റബിലിറ്റിയാണ്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 10% 10 ഇയേഴ്സ് ആണ് അതിൻ്റെ ഇയർ എന്നുള്ളതും 10%ലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് കൊണ്ട് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അതിൽ നിന്നും 3 കണ്ടീഷനിലും വെച്ചുകൊണ്ട് ഏത് സിറ്റുവേഷനാണ് അല്ലെങ്കിൽ ഏത് പ്രൊജക്റ്റ് പ്രപ്പോസലാണ് ഹൈ റിസ്കി എന്നുള്ളതും ലോ റിസ്കി എന്നുള്ളതും നമ്മൾ ഡിസിഷൻ പറയണം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് എല്ലാ ഇൻഫർമേഷനും ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ 2 പ്രൊജക്റ്റ് പ്രപ്പോസൽ ഉള്ളത് കൊണ്ട് 2 പ്രോഫിറ്റബിലിറ്റി ഈ 3 സിറ്റുവേഷനിലും ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ എഴുതാം. പ്രൊജക്റ്റ് എക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തുടങ്ങാം. പ്രൊജക്റ്റ് എക്സിൻ്റെ NPV ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രൊജക്റ്റ് എക്സ് കാൽക്കുലേഷൻ ഓഫ് NPVയുടെ ബേസിൽ തന്നെയാണ് ഇതിനെ കാൽക്കുലേഷൻ പറയുന്നത്. 3 സിറ്റുവേഷനിലും പ്രൊജക്റ്റ് എക്സിന് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ പ്രൊജക്റ്റ് എക്സിൻ്റെ സിറ്റുവേഷൻസുകൾ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഒന്ന് പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാണിക്കുക. രണ്ടാമത്തത് മോസ്റ്റ് ലൈക്ലി ആണ്, മോസ്റ്റ് ലൈക്ലി. മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിമിസ്റ്റിക് ആണ്, ഒപ്റ്റിമിസ്റ്റിക്. ഈ 3 കണ്ടീഷനിലാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കുക, ഈ 3 കണ്ടീഷനിലും പ്രൊജക്റ്റ് എക്സിന് ക്യാഷ് ഇൻഫ്ലോസ് തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻഫ്ലോസ്. അപ്പോൾ ആ ഫസ്റ്റ് കോളത്തിൽ ക്യാഷ് ഇൻഫ്ലോസ് എത്ര എന്നുള്ളത് കാണിക്കുക. ക്യാഷ് ഇൻഫ്ലോസ് അപ്പോൾ പെസിമിസ്റ്റിക്കിൽ തന്നിട്ടുള്ളത് 4,000 ആണ്, മോസ്റ്റ് ലൈക്ലിയിൽ 5,000, ഒപ്റ്റിമിസ്റ്റിക് കണ്ടീഷനിൽ 6,000. ഓക്കെ, നമ്മൾ സാധാരണ ഈ NPV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡിസ്കൗണ്ട് ഫാക്ടർ എഴുതുന്നു. ആ ഡിസ്കൗണ്ട് ഫാക്ടർ വെച്ചിട്ടുണ്ട് നമ്മുടെ ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നു, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൽ നിന്നാണ് NPV കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രസന്റ് വാല്യൂ ഫാക്ടർ ആണ് നെക്സ്റ്റ് കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുക്കുക ഡിസ്കൗണ്ട് ഫാക്ടർ അറ്റ് 10%. അറ്റ് 10%. അപ്പോൾ 10 വർഷത്തിലും ഈ പെസിമിസ്റ്റിക് കണ്ടീഷനിൽ 10% തന്നെയാണ് ഡിസ്കൗണ്ട് ഫാക്ടർ. 10 വർഷത്തിനും പെസിമിസ്റ്റിക് കണ്ടീഷനിൽ എന്ത് തന്നെയാണ് ഡിസ്കൗണ്ട് ഫാക്ടർ 10% ആണ്. അപ്പം നമ്മൾ ഓരോ 1, 2, 3 എന്നിട്ട് 10 വർഷത്തിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഡിസ്കൗണ്ട് ഫാക്ടർ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനു വേണ്ടി 10 വർഷത്തിൻ്റെയും കൂടെ ഡിസ്കൗണ്ട് ഫാക്ടർ എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആനുവിറ്റി ടേബിൾ എന്ന് പറയുന്ന ഒരു ടേബിൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ തരുന്നുണ്ട്. പ്രസന്റ് വാല്യൂ ടേബിൾ എന്ന് പറയുന്ന ഒരു ടേബിൾ 1 പറയുന്നുണ്ട്. ആനുവിറ്റി ടേബിൾ എന്ന് പറയുന്ന ടേബിൾ 2
തന്നിട്ടുണ്ട്. അപ്പോൾ ടേബിൾ 2 തന്നിട്ടുള്ളത് ആനുവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു വാല്യൂ ആണ് ആനുവിറ്റി ടേബിളിൽ തന്നിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ 1 മുതൽ 10 വർഷത്തേക്ക് വരുന്ന 10% ഡിസ്കൗണ്ട് ഫാക്ടറിനെ ആഡ് ചെയ്തിട്ട് നമുക്ക് എവിടെ തന്നിട്ടുണ്ടായിരിക്കും, 10ാമത്തെ വർഷം തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ഫാക്ടർ എത്ര എന്നുള്ളത് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ പ്രസന്റ് വാല്യൂ ഫാക്ടർ നോക്കിയാൽ മതി. പ്രസന്റ് വാല്യൂ ഫാക്ടർ നോക്കിക്കഴിഞ്ഞാൽ 10ാമത്തെ വർഷം 10% എന്ന് പറയുന്ന പെർസെൻറ്റേജ് റേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. ഞാനിവിടെ അതിൻ്റെ ഫിഗർ മാത്രമേ എഴുതുന്നുള്ളൂ. 6.145 ആണ് അതിൻ്റെ ഫിഗർ. 6.145 ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസന്റ് വാല്യൂ ടേബിൾ അല്ല, ആനുവിറ്റി ടേബിൾ എന്ന് പറയുന്ന ഒരു ടേബിള് ടെക്സ്റ്റ് ബുക്കിന്റെ ലാസ്റ്റിൽ സെക്കൻഡ് പേജിൽ തന്നിട്ടുണ്ട്. അതിൽ 10 വർഷത്തേക്ക് വരുന്ന റേറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് 6.145 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 10ാമത്തെ വർഷം 10% ആ കോളം നോക്കിക്കഴിഞ്ഞാൽ ഈ വാല്യൂ കിട്ടും. അപ്പൊ ഇതെല്ലാം ഒരേപോലെ തന്നെയാണ്. മോസ്റ്റ് ലൈക്ലിക്കും 10 വർഷത്തിന് 10% വെച്ചിട്ട് തന്നെയാണ് 6.145 തന്നെ. ഒപ്റ്റിമിസ്റ്റിക്കിലും സെയിം 10 വർഷത്തിന് 10% വെച്ചിട്ട് തന്നെയാണ് അതിന്റെ പ്രസന്റ് വാല്യൂ ഓഫ് റുപ്പി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഫിഗർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഫിഗർ ആയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇതിന്റെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഈ അടുത്ത കോളത്തിന് നമ്മൾ കൊടുക്കുക പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ 4000 ഇൻറ്റു 6.145 കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 24,580 വരും. 4000 ഇൻറ്റു 6.145 ആണ് ഞാൻ പറഞ്ഞത്, 24,580. ഇനി നെക്സ്റ്റ് ഇയർ ഇതിലെ മോസ്റ്റ് ലൈക്ലി 5000 ഇൻറ്റു 6.145 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 30,725 വരും. അത് നെക്സ്റ്റ് ഒപ്റ്റിമിസ്റ്റിക് കോളത്തിൽ 6000 ഇൻറ്റു 6.145 ആണ് വരുന്ന എമൗണ്ട് 36,870 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കണ്ടീഷനിലും വരുന്ന പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എത്ര എന്നുള്ളത് മനസ്സിലായി. ഇനി അടുത്തത് പ്രൊജക്ട് എക്സിന്റെ NPV ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ കോളം കൊടുക്കുക NPV എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. അപ്പോൾ NPV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഫോർമുല. NPV കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താ, NPV ഈക്വൽ ടു ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ ആണ്, അല്ലെങ്കിൽ കോസ്റ്റ് ആണ് അല്ലേ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 10 വർഷത്തേക്കുമുള്ളതാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് 6.145 ചെയ്തിട്ടുള്ളത്. അതിന് 4000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 10 വർഷത്തേക്ക് വരുന്ന ക്യാഷ് ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ കിട്ടി. അപ്പൊ ഈ പെസിമിസ്റ്റിക് കണ്ടീഷനിലെ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,580 ആണ്. അപ്പൊ അതിന്റെ NPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും, 24,580 മൈനസ് നമ്മുടെ ഇനീഷ്യൽ കോസ്റ്റ് അല്ലെങ്കിൽ ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റിൽ നമുക്ക് തന്നിട്ടുണ്ട് 20,000 ആണ്. അപ്പൊ അതിന്റെ NPV എത്ര വരും, 4,580 ആണ് NPV വരിക. ഓക്കെ, അപ്പൊ നമ്മൾ വേറൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു കോളം കൊടുക്കേണ്ടതില്ല. ഇവിടെ തന്നെ നമുക്ക് NPV കാൽക്കുലേറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് 30,725 ആണ് ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. അപ്പൊ 30,725 മൈനസ് 20,000 NPV രണ്ടാമത്തെ കണ്ടീഷനിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ കിട്ടുന്നതാണ് 10,725. തേർഡില് ഒപ്റ്റിമിസ്റ്റിക്കില് വരുന്നത് 36,870 മൈനസ് 20,000 20,000 ആണ് ഔട്ട്ഫ്ലോ. അപ്പൊ വരുന്നത് നമുക്ക് 16,870. NPV വരുന്നത് 16,870 ആണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കാണണം, പ്രൊജക്ട് വൈഡതും കാണണം. എന്നിട്ട് വേണം നമുക്ക് ഏത് പ്രൊജക്റ്റ് ആണോ
റിസ്കി ഉള്ളത്, റിസ്ക് ഫ്രീ ആയിട്ടുള്ളത്, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിട്ടേൺസിന്റെ ബേസിൽ ഡിസിഷൻ പറയുന്നത്. അപ്പൊ ഞാനിവിടെ അണ്ടർലൈൻ ചെയ്യാൻ നമുക്ക് ഒരു പ്രൊജക്ടിന്റെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി അടുത്തത് എന്ത് ചെയ്യണം, പ്രൊജക്ട് വൈക്കാണ് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്രൊജക്ട് വൈക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. പ്രൊജക്ട് വൈക്കും നമ്മൾ കണ്ടീഷൻസ് 3 സിറ്റുവേഷൻ പറയണം. പെസിമിസ്റ്റിക്, നമ്പർ 2 മോസ്റ്റ് ലൈക്ലി, മൂന്നാമത്തെ സിറ്റുവേഷൻ ഒപ്റ്റിമിസ്റ്റിക്. 3 സിറ്റുവേഷൻ എഴുതി. ഓക്കെ, 3 സിറ്റുവേഷൻ എഴുതി. അവിടെയും ഞാൻ കാണിക്കേണ്ടത് ക്യാഷ് ഇൻഫ്ലോസ് തന്നെയാണ്. ക്യാഷ് ഇൻഫ്ലോസ് കാണിക്കാനായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ക്യാഷ് ഇൻഫ്ലോ എത്രയെന്ന് തന്നിട്ടുണ്ട്. പ്രൊജക്ട് വൈക്ക് തന്നിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോ പെസിമിസ്റ്റിക് കണ്ടീഷനിൽ ക്യാഷ് ഇൻഫ്ലോ ഇല്ല, ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പൊ നമുക്ക് അതവിടെ എന്ത് ചെയ്യാം, ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഹൈഫൺ ഇടാം. മോസ്റ്റ് ലൈക്ലി എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 5,000 ആണ്. ദെൻ ഒപ്റ്റിമിസ്റ്റിക് കണ്ടീഷനിൽ തന്നിട്ടുള്ളത് 10,000 ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അതേ ഇൻഫർമേഷൻ തന്നെ എടുത്തെഴുതുന്നതാണ്. മോസ്റ്റ് ലൈക്ലിയിലും അതുപോലെ തന്നെ ഒപ്റ്റിമിസ്റ്റിക്കിലും മാത്രമേ ഇത് തന്നിട്ടുള്ളൂ, ക്യാഷ് ഇൻഫ്ലോ തന്നിട്ടുള്ളൂ. പെസിമിസ്റ്റിക്കിൽ ക്യാഷ് ഇൻഫ്ലോ ക്വസ്റ്റ്യനിൽ തരാത്തത് കൊണ്ട് നമ്മളവിടെ എഴുതേണ്ട ആവശ്യമില്ല. ഇനി സെയിം അടുത്തത് എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് ഫാക്ടർ 10% തന്നെയാണ് രണ്ടെണ്ണത്തിനും, 2 പ്രൊജക്ട് പ്രൊപ്പോസലിലും എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റബിലിറ്റി കാണാനായിട്ട് ആ ഡിസ്കൗണ്ട് ഫാക്ടർ കൊണ്ട് അതിനെന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം അടുത്ത കോളത്തിൽ ഇതിൻ്റെ ഡിസ്കൗണ്ട് ഫാക്ടർ തന്നെ കൊടുക്കുക. ഡിസ്കൗണ്ട് ഫാക്ടർ 10% ആണ്. അപ്പോൾ 10 വർഷത്തിനും ഒരേ പെർസെൻറ്റേജ് റേറ്റ് തന്നെയാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആനുവിറ്റി ടേബിൾ തന്നെ കാണാം. ആ ആനുവിറ്റി ടേബിൾ 2ലാണ് പറയുന്നത്. ആ ടേബിൾ 2ൽ 10ാമത്തെ വർഷം 10% എത്രയാണുള്ളത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്രയെന്നുള്ളത്. 6.145 ആണ്. 6.145. ഇനി ഇതിന്റെ പ്രസന്റ് വാല്യൂ ആണ് നമ്മൾ കണ്ടത്. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. നമുക്ക് പ്രസന്റ് വാല്യൂ ഇവിടെ ഇൻഫ്ലോ ഇല്ലാത്തത് കൊണ്ട് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഒപ്റ്റിമിസ്റ്റിക് പെസിമിസ്റ്റിക് കണ്ടീഷനിൽ ഉണ്ടാവില്ല, ഇല്ലല്ലോ. നമുക്കിവിടെ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്ന ഒരു ഐറ്റം തരാത്തത് കൊണ്ട് നമുക്ക് ആ ഐറ്റത്തിന്റെ പ്രസന്റ് വാല്യൂ കിട്ടാനായിട്ട് കഴിയില്ല, ക്യാഷ് ഇൻഫ്ലോ ഇല്ലാത്തത് കൊണ്ട്. ഇനി അടുത്ത കോളത്തിൽ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ലൈക്ലിയില് 5,000 ഇൻറ്റു 6.145 ആണ്. അപ്പോൾ 30,725 കിട്ടും. ഇനി 10,000 ഇൻറ്റു 6.145 എന്ന് പറയുമ്പോൾ 61,450. ഇതാണ് നമുക്ക് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊജക്ട് വൈയുടെ NPV 3 സിറ്റുവേഷനിലും എങ്ങനെയാന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം NPV കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം, ഫോർമുല അറിയാം അല്ലേ. ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ഔട്ട്ഫ്ലോ. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും നോക്കുക. ഇവിടെ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ഇല്ലല്ലോ. അപ്പോൾ ക്യാഷ് ഇൻഫ്ലോ ഇല്ല, പിന്നെ എന്താ മാത്രമേ ഉള്ളത്, ഔട്ട്ഫ്ലോ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പോൾ ഉള്ളത്, അതായത് നെഗറ്റീവ് ആണ് എന്നുള്ളത് നമുക്കിവിടെ കാണിക്കാം. നമുക്ക് ഔട്ട്ഫ്ലോ മാത്രമേ ഉള്ളൂ, അതായത് ഇൻഫ്ലോ ഇല്ല, മൈനസ് വാല്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ബ്രാക്കറ്റിൽ അത് ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കാണിക്കാം, ഇൻഫ്ലോ ഇല്ലാത്തത് കൊണ്ട്. അടുത്തത് നമുക്ക് 30,725 ആണ്. അപ്പോൾ പ്രസന്റ് വാല്യൂ NPV കാണാനായിട്ട് 30,725 മൈനസ് 20,000 എത്രയെന്ന് നോക്കുക. 10,725 ആണ് വരുന്നത്. അടുത്തതിൽ നമുക്ക് വരുന്നത് 61,450 ആണ്. ഔട്ട്ഫ്ലോ വരുന്നത് 20,000 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് കണ്ടീഷനിൽ വരുന്ന NPV 41,450 ആണ്. അപ്പോൾ നമുക്ക് പ്രൊജക്ട് വൈഡേയും എന്ത് കിട്ടി, NPV കിട്ടി. ഇനിയിപ്പോൾ ഈ NPVയിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, 3 കണ്ടീഷന്റെയും NPV കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ
മൂന്ന് കണ്ടീഷനിലും NPV വൈഡ് വേരിയേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രൊജക്ട് പ്രൊപ്പോസൽ എന്തായിരിക്കും? ഹൈ റിസ്കി ആയിട്ടുള്ള പ്രൊജക്ട് പ്രൊപ്പോസൽ ആയിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഏതായിരിക്കും ഹൈ റിസ്കി പ്രൊജക്ട് പ്രൊപ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയേഷൻ നോക്കുക. അതായത് ഈ പ്രൊജക്ട് എക്സിൽ വരുന്നത് ചെറിയൊരു വേരിയേഷൻ വരുന്നുള്ളൂ. പെസിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ 4550, മോസ്റ്റ് ലൈക്ലി 10,000 സംതിങ് ആണ്. ദെൻ ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60,870 ആണ്. ഇനി പ്രൊജക്ട് വൈഡ് കമ്പയർ ചെയ്യുമ്പോൾ പെസിമിസ്റ്റിക്കിൽ അവർക്ക് ഇൻഫ്ലോ തന്നെ ഇല്ല. പിന്നെ ദെൻ മോസ്റ്റ് ലൈക്ലിയിൽ 10,725 ഉണ്ട്. ദെൻ ഒപ്റ്റിമിസ്റ്റിക്കില് 41,450 ഉണ്ട്. അപ്പൊ ഇവിടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് NPV തമ്മില് വൈഡ് ആയിട്ടുള്ള ഡിഫറൻസ് ആണ്, വരുന്നത്. പക്ഷെ ഇവിടുത്തെ NPV തമ്മിലോ അതൊരു മൈനർ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് എവിടെ വരുന്നുള്ളൂ? ഈ പറയുന്ന പ്രൊജക്ട് എക്സിന് വരുന്നുള്ളൂ. ഇവിടെ പ്രൊജക്ട് വൈക്കാണ് നമ്മൾ പറഞ്ഞത് വൈഡ് ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ തിയറി പഠിച്ചത് ഈ പ്രോഫിറ്റബിലിറ്റിയുടെ ബേസിൽ ഏത് പ്രൊജക്ട് പ്രൊപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ഇഫ് ദ NPV ഈസ് differ widely in 3 situations it indicates the more risky project. അപ്പൊ ഇവിടെ ഹൈ ആയിട്ടുള്ള വൈഡ് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഇത് മേജർ ആയിട്ടുള്ള ഒരു റിസ്കി ഉള്ള പ്രൊജക്റ്റ് ആണ്. ഇവിടെ ചെറിയ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ലെസ് റിസ്കി ആണ്. അപ്പൊ ഏത് പ്രൊജക്ട് പ്രൊപ്പോസലാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ആണ് ലെസ് റിസ്കി ആയിട്ടുള്ളത്. കാരണം അതിന്റെ NPV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെറിയ ഡിഫറൻസുകൾ മാത്രമേ ഉള്ളൂ 3 സിറ്റുവേഷനിലും. പക്ഷേ പ്രൊജക്ട് പ്രൊപ്പോസലിൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വേരിയേഷൻ ഉണ്ട്. പക്ഷേ ഒപ്റ്റിമിസ്റ്റിക് കണ്ടീഷനിൽ നല്ലൊരു ഇൻഫ്ലോ അവർക്ക് കിട്ടുന്നുണ്ട്, നല്ല NPV ആണ്, വൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോർ റിട്ടേൺസ് ആണ് കിട്ടുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്, റിട്ടേൺസ് കിട്ടുന്നുണ്ട്. ഒരു സിറ്റുവേഷനിൽ റിട്ടേൺസ് ഒന്നുമില്ല. അപ്പൊ ഈ ഒരു കമ്പാരിസൺ നോക്കുമ്പോൾ ലെസ് റിസ്കി ആയിട്ടുള്ളത് പ്രൊജക്ട് എക്സൽ ആണ്. പക്ഷേ ഇൻവെസ്റ്റേഴ്സിന്റെ ആറ്റിറ്റ്യൂഡിന് ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റിസ്ക് എന്ന് പറയുന്നത് അൺസർട്ടൈൻ. അതായത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റബിലിറ്റി അൺസർട്ടൈൻ സിറ്റുവേഷനിലാണ്, ഫ്യൂച്ചറിലാണ്. റിസ്ക് എടുക്കാൻ അഫോർഡബിൾ ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? ഹൈ ആയിട്ടുള്ള റിസ്ക് അഫോർഡ് ചെയ്യാം, അതേസമയം ഹൈ റിട്ടേൺസ് ആയിരിക്കും കിട്ടുക. ഈ ഒരു തിയറി തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമുക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള മാനേജ്മെന്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഈ മാനേജ്മെന്റിന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏത് പ്രൊപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യാം? പ്രൊജക്ട് വൈ ആക്സെപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ റിട്ടേൺസിന്റെ ബേസിൽ വേരിയേഷനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെസ് റിസ്കി പ്രൊജക്ട് എന്ന് പറയുന്നത് പ്രൊജക്ട് എക്സ് ആയിരിക്കും. ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ ടോപ്പിക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പം നമ്മൾ ചെയ്തത്. ഇതേ ഒരു മെത്തേഡിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇല്ലസ്ട്രേഷനിൽ പറയുന്നുണ്ട്. ഇല്ലസ്ട്രേഷനിലും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനിലും പറയുന്നുണ്ട്. നമുക്കതൊന്നും കൂടെ ചെയ്ത് നോക്കണം. ഓക്കെ, നമ്മൾ ഇല്ലസ്ട്രേഷൻ 2 ആണ് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ സെർട്ടനിറ്റി ഈക്വലന്റ് കോഎഫിഷ്യന്റ് മെത്തേഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേജ് നമ്പർ 102 കാണാം. ഇല്ലസ്ട്രേഷൻ 2 എന്ന് പറഞ്ഞുകൊണ്ട് 2 പ്രൊജക്റ്റുകളാണ് തന്നിട്ടുള്ളത്, പ്രൊജക്ട് എക്സ്, പ്രൊജക്ട് വൈ. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിനെ പോലത്തെ ഒരു സെയിം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പ്രാക്ടീസിന് വേണ്ടി രണ്ടാമതും ഒരു ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുകയാണ്. അതിൽ ഇയറുകൾ തന്നിട്ടുണ്ട് 1, 2, 3, 4. പ്രൊജക്ട് എക്സിൻ്റെ ക്യാഷ് ഇൻഫ്ലോസ് തന്നിട്ടുണ്ട് 6,000, 6,000, 2,000 and 2,000. അതിൻ്റെ സെർട്ടനിറ്റി ഈക്വലൻ്റ് ആണ് തന്നിട്ടുള്ളത് 0.9, 0.8, 0.6 and 0.5. ദെൻ പ്രൊജക്ട് വൈക്കും സെയിം ഇതുപോലെ തന്നെ തന്നിട്ടുണ്ട്. ക്യാഷ് ഇൻഫ്ലോ 6,000, 7,000, 3,000 and 2,000. സെർട്ടനിറ്റി ഈക്വലൻ്റ് പ്രൊജക്ട് വൈക്ക് തന്നിട്ടുണ്ട് 0.8, 0.7, 0.5 and 0.4. ഓക്കെ, ഇതിന് ക്വസ്റ്റ്യന് താഴെ 2 ലൈൻ തന്നിട്ടുള്ളതിൽ ഇൻഫർമേഷൻ പ്രൊജക്റ്റിൻ്റെ ഔട്ട്ഫ്ലോ ആണ്. ഈച്ച് പ്രൊജക്ട് റിക്വയേഴ്സ് എ ക്യാഷ് ഔട്ട്ലേ ഓഫ് ₹10,000. അതായത് ഈ പ്രൊജക്ട് വരുന്ന കോസ്റ്റ് 10,000 ആണ്. റിസ്ക്ലെസ് ഡിസ്കൗണ്ട് റേറ്റ് ഈസ് 10%. അതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് 10% ആണ്.
നമുക്ക് ക്വസ്റ്റ്യനിൽ ഡിസ്കൗണ്ട് ഫാക്ടർ 10%-നുള്ള റേറ്റ് തന്നിട്ടുണ്ട്. സാധാരണ നമുക്ക് ടേബിൾ വാല്യൂ എന്ന് കണ്ടുപിടിക്കണം. ഇത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അത്ര മാത്രമേ ഇതിലൊരു വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സെർട്ടനിറ്റി ഈക്വലൻ്റ് കോഎഫിഷ്യൻ്റ് വെച്ചുള്ള പ്രോബ്ലം ചെയ്യാനായിട്ട് പ്രസൻറ്റ് NPV തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് NPV കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം പ്രൊജക്റ്റിൻ്റെ പ്രൊജക്റ്റ് എക്സിനെയാണ് ഞാൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊജക്റ്റ് എക്സിൻ്റെ NPV കാൽക്കുലേഷൻ ഹെഡിങ് കൊടുക്കുക. ഞാനിവിടെ എഴുതിയിട്ടില്ല. പ്രൊജക്റ്റ് എക്സ് കാൽക്കുലേഷൻ ഓഫ് NPV എന്ന് കൊടുക്കണം ഹെഡിങ്. ഓക്കെ, അപ്പോൾ ഇനി അതിൽ ഫസ്റ്റ് ഇയർ തന്നിട്ടുള്ളത് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ 4 വർഷം നമുക്ക് തന്നിട്ടുള്ളതാണ്. പ്രൊജക്റ്റ് എക്സിൻ്റെ ക്യാഷ് ഇൻഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6000 ആണ്. അടുത്തത് 6000 തന്നെ, 2000, ദെൻ 2000. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്യാഷ് ഇൻഫ്ലോസുകൾ. സെർട്ടനിറ്റി ഈക്വലൻ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.9, 0.8, 0.6 ആൻഡ് 0.5. അപ്പോൾ നമുക്ക് ഇവിടെ സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസ് ആക്കി മാറ്റണം. നമ്മുടെ സെർട്ടനിറ്റി ഈക്വലൻറ്റിൻ്റെ പ്രത്യേകത നമുക്കറിയാലോ. ഉള്ള ക്യാഷ് ഇൻഫ്ലോ അൺസെർട്ടൈൻ ആണ്. അപ്പോൾ സെർട്ടൈൻ ആയിട്ടുള്ള കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ ആ ഒരു ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസ് ആക്കി മാറ്റുന്നതാണ്. എന്നിട്ട് അതിന് ഡിസ്കൗണ്ട് ഫാക്ടർ 10% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോൻ്റെ പ്രസൻറ്റ് വാല്യൂ കിട്ടും. നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ. ഇപ്പോൾ 6000 × 0.9 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോ വരും 5400. 6000 × 0.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4800. 2000 × 0.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1200. 2000 × 0.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000. ഇതാണ് നമുക്ക് സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസ് ആയിട്ട് കിട്ടുന്നത്. ഇനി സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോനെ ഡിസ്കൗണ്ട് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡിസ്കൗണ്ട് ഫാക്ടർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 4 വർഷത്തിനുള്ളത് 10% വെച്ച് എത്രയും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മളതിൻ്റെ റേറ്റ് എവിടുന്ന് കണ്ടുപിടിക്കണം? ടേബിൾ വാല്യൂ, ടേബിൾ 1 പ്രസൻറ്റ് വാല്യൂ ടേബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കാണാം. അപ്പോൾ ഫസ്റ്റ് ഇയറിന് 10% വരുന്നത് 0.909 ആണ്. ഇവിടെ 0.826 ആണ്. തേർഡ് ഇയറിൽ 0.751, 0.683. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നേരിട്ടിട്ട് എഴുതാം. ഇനി നമുക്കിതിൻ്റെ ക്യാഷ് ഇൻഫ്ലോൻ്റെ പ്രസൻറ്റ് വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ കാണാനായിട്ട് എന്ത് ചെയ്യണം? ഈ സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോനെ ഈ ഡിസ്കൗണ്ട് ഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സെർട്ടൈൻ ക്യാഷ് ഇൻഫ്ലോസ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിച്ചതാണ്. അതിൻ്റെ പോയിന്റ് ഈ പറയുന്ന ഡിസ്കൗണ്ട് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കിട്ടും. 5400 × 0.909 എന്ന് പറയുമ്പോൾ 4908.6 ആണ് വരുന്നത്. അപ്പോൾ നമുക്കതിനെ റൗണ്ട് ചെയ്തുകൊണ്ട് 4909 ആക്കി എഴുതാം. ഓക്കെ, ഇനി 4800 × 0.826 ആണ്. 826ൽ വരുന്നത് 3964.8 ആണ്. അപ്പോൾ നമുക്ക് 64നെ അതിൻ്റെ റൗണ്ട് ചെയ്തിട്ട് 3965 ആയിട്ട് എഴുതാം. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ 3967 ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് നമ്പർ ഫിഗറുകൾ പോയിന്റ് വെച്ചിട്ട് അതിൻ്റെ മാറ്റി എഴുതാം. ഇനി 1200 × 0.75 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 902 ആണ്. ഇനി 1000 × 0.683 എന്ന് പറയുമ്പോൾ 683. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു പോയിന്റിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ആ ഡിഫറൻസ് മാത്രം അതിൽ കാണുള്ളൂ. അപ്പോൾ നമുക്ക് ടോട്ടൽ വരുമ്പോൾ 10459 വരും. 59. അതിൽ നിന്ന് കോസ്റ്റ് ലെസ് ചെയ്യുമ്പോൾ ലെസ്
കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10,000 ആണ്. 10,000 ആണ്. അങ്ങനെയാണെങ്കിൽ NPV വരുന്നത് 459 NPV എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഇതിന് കാണണം പ്രൊജക്റ്റ് വൈക്ക് കാണണം. നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ്റെ സെയിം മോഡൽ പ്രൊജക്റ്റ് വൈക്കും ഇതുപോലെ NPV കാണുക. NPV കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രൊജക്റ്റിലാണോ ഹയർ NPV വരുന്നത് ആ പ്രൊജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം. ഇവിടെ പ്രൊജക്റ്റ് വൈക്ക് വരുന്നത് 55 ആണ് NPV വരുന്നത്. NPV വരുന്നത് 55 ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ പോയിന്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വന്നിട്ടുള്ള വ്യത്യാസമാണ്. ആ വ്യത്യാസം ചെറിയൊരു ഡിഫറൻസ് കാണുന്നുണ്ട് അതിൽ. അപ്പോൾ ഇവിടെ പ്രൊജക്റ്റ് എക്സിന് വരുന്നത് 459, പ്രൊജക്റ്റ് വൈക്ക് വളരെ കുറവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഹയർ NPV വരുന്നത് പ്രൊജക്റ്റ് എക്സിനാണ്. അതുകൊണ്ട് പ്രൊജക്റ്റ് എക്സ് ആണ് എന്ത് ചെയ്തത്, ആക്സെപ്റ്റ് ചെയ്തത്. പ്രൊജക്റ്റ് എക്സ് ഈസ് ബെറ്റർ. നമുക്കിങ്ങനെ ഒരു അസംഷനിൽ ഒരു ഡിസിഷനിൽ എത്താം. ഇതാണ് സെർട്ടനിറ്റി കോഎഫിഷ്യന്റ്, ഈക്വലന്റ് കോഎഫിഷ്യന്റ് മെത്തേഡ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ബോർഡിൽ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇല്ലസ്ട്രേഷന് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇതിൻ്റെ പ്രൊജക്റ്റ് വൈക്ക് നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. ബാക്കിയുള്ളത് നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസുകളൊക്കെ വരുമ്പോൾ ഒന്നുകൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ.